2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ 2 മാസം ഒരേ ജില്ല അവിടെ നടന്ന 2 സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള ഏറ്റവും ഭീകരമായ ദൃശ്യങ്ങൾ. അതിൻ്റെ പിന്നാലെ കൊല്ലത്തുനിന്ന് കോഴിക്കോട് നിന്നൊക്കെ ദൃശ്യങ്ങൾ വരുന്നു. നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലൊക്കെ കൂടുതൽ ആളുകൾ CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില കേസുകൾ 1 വർഷം ആയി. അപ്പോൾ പലയിടത്തും CCTV ദൃശ്യങ്ങൾ ഇനിയും വരാനുണ്ട്. കേരളം ഇനിയും ഞെട്ടാനുണ്ട്. അതാണ് സ്ഥിതി. പക്ഷേ കേരള പോലീസ് എന്ന് പറയുന്ന സംവിധാനം എത്രത്തോളം മെച്ചമാണെന്ന് പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. കാരണം നിങ്ങൾ കേരളത്തിന് പുറത്ത് പോയിട്ടുള്ളവരാണെങ്കിൽ, കേരളത്തിന് പുറത്തുള്ള പോലീസുമായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ ഒരു 15-25 വർഷം മുമ്പുള്ള പോലീസുമായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഭേദമാണ് കേരളത്തിലെ പോലീസ്, എത്രത്തോളം സിവിക്കായിട്ടാണ് പോലീസുകാർ ഇടപെടുന്നത് എന്നുള്ളത്. അത് കേരള പോലീസിനുണ്ടായ ഒരു വളരെ വലിയ മാറ്റമാണ്. ഞാനത് വളരെ 2 കാലത്തും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ നിന്നുകൂടെയാണ് പറയുന്നത്. കേരളത്തിന് പുറത്ത് വളരെ മോശമാണ് ഇപ്പോഴും സ്ഥിതി. അഴിമതിയുടെ കാര്യത്തിലായാലും, അതിക്രമത്തിൻ്റെ കാര്യത്തിലായാലും, പരാതിക്കാരുടെ കൂടെ നിൽക്കാത്തതിൻ്റെ കാര്യത്തിലായാലും. ഇതിനുള്ള 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്ന്, കേരളത്തിലെ പോലീസിനകത്തുണ്ടായ വളരെ വലിയ മാറ്റം. അത് ഭരണപരമായി തന്നെ വളരെ വലിയൊരു മാറ്റമാണ്. ആ മാറ്റം ഉണ്ടായത് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ജനങ്ങൾക്കും ആരടാ എന്ന് പോലീസ് ചോദിച്ചാൽ ഞാനടാ എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു ജനത കേരളത്തിലുള്ളത് കൊണ്ടും, പോലീസിന് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങ് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള ഒരു സിവിക് സമൂഹം കേരളത്തിലുള്ളത് കൊണ്ടുമാണ്. അങ്ങനെ കേരളത്തിലെ പോലീസിനെ മര്യാദ പഠിപ്പിച്ച ഇവിടുത്തെ വളരെ വലിയ ജനകീയ യുവജന പ്രസ്ഥാനങ്ങളുടെ ഒരു പശ്ചാത്തലം കേരളത്തിലുണ്ട്. അങ്ങനെയാണ് കേരള പോലീസിന് മര്യാദ വന്നത്. ഒപ്പം കേരളത്തിലെ പോലീസിലേക്ക് വളരെ നല്ല ചെറുപ്പക്കാർ, വിദ്യാഭ്യാസമുള്ളവരൊക്കെ വന്നതാണൊന്ന്. മറ്റൊന്ന് കോടതി വിധികളാണ്. സുപ്രീം കോടതി അടക്കം വളരെ നിർണായകമായ കോടതി വിധികൾ വന്നപ്പോൾ ആ കോടതി വിധി നടപ്പിലാക്കുന്നതിൽ മുന്നിൽ നിന്നൊരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 24 മണിക്കൂറിനകം അറസ്റ്റ് പിടിക്കപ്പെട്ടാൽ അയാളെ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അത്യാവശ്യം മര്യാദയ്ക്കൊക്കെ നടക്കുന്ന ഒരു സംസ്ഥാനം കേരളത്തിലെയാണ്. പക്ഷേ അപ്പോഴും നോക്കൂ, നമുക്കറിയാവുന്ന പല കേസുകളിലും ചില ഞൊടുക്ക് വിദ്യകളെ കാണിച്ചു തുടങ്ങുന്നത് മാധ്യമങ്ങൾക്കും സന്തോഷമാണ്. ഇപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ വാർത്ത കൊടുക്കണ്ട, പിടിച്ചാൽ പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞ് അവർക്ക് കോടതിയിൽ ഹാജരാണ്. അതെന്തോ പോലീസുകാർക്ക് വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് പോലീസും പറയരുത്, നമ്മൾ മാധ്യമങ്ങളും പറയരുത്. ഇങ്ങനൊരു കൺസെൻസസ് ഇപ്പോൾ പലയിടത്തും പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അറസ്റ്റ് റെക്കോർഡ് ചെയ്യും. ആ അറസ്റ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നെ 26 മണിക്കൂറുടെ കിട്ടും. ഇങ്ങനെ കോടതി വിധികളെ അട്ടിമറിക്കുന്ന ഒരു പരിപാടിയുണ്ട്. കേരളത്തിൽ പോലീസ് ബീറ്റ് നോക്കുന്ന പല മാധ്യമപ്രവർത്തകരും ഇതിന് കൂട്ടു നിൽക്കുന്നതായും എനിക്കറിയാം. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പതുക്കെ നമ്മുടെ നാട്ടിൽ സിസ്റ്റത്തിൽ വെള്ളം ചേർക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിലും അത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഈ ബീക്കൺ ലൈറ്റുകൾ പാടില്ല എന്നൊരു സുപ്രീം കോടതി വിധിയുണ്ട്. മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രിമാർക്ക്, പ്രധാനപ്പെട്ട ആർക്കും പറ്റില്ല. അത് കോടതിയുടെ വിധിയാണ്. നിങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് ഇല്ല. അപ്പോൾ കേരളത്തിലെ, ഇന്ത്യയിലെയും രാഷ്ട്രീയ പ്രവർത്തകർ, കേരളത്തിൽ എന്തായാലും പ്രത്യേകിച്ചും എന്താ ചെയ്തത്? ബീക്കൺ ലൈറ്റ് ഊരിമാറ്റി താഴെ ഹാലജൻ ലൈറ്റ് വെച്ച് MLA, മന്ത്രി എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. പ്രശ്നം തീർന്നല്ലോ, കോടതി ഉത്തരവ് നടപ്പിലായല്ലോ, ഉദ്ദേശം നടക്കുകയും ചെയ്തു. ഇങ്ങനെ നാട്ടിലെ സംവിധാനങ്ങളെ, കോടതി വിധികളെ വളയ്ക്കുന്ന ഒരു പുതിയ പ്രവണത നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. ഈ ബീക്കൺ ലൈറ്റ് മാറ്റി താഴെ MLAക്ക് ഹാലജൻ അടിച്ചു വെച്ചപ്പോൾ പോലും നമ്മളാരും മിണ്ടിയിട്ടില്ല. നമുക്കാർക്കും അതിലൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. അങ്ങനെ ഈ നാട്ടിലെ സംവിധാനങ്ങളെ ഒന്ന് വളയ്ക്കാൻ പുതിയൊരു പ്രവണത ഈ അടുത്ത കാലത്ത് വന്നു തുടങ്ങുമ്പോൾ നമ്മൾ അതിന് കൈയടിച്ചു പോയോ? കേരള പോലീസിൻ്റെയോ ഏതെങ്കിലും പോലീസുകാരൻ്റെയോ മസിൽ പെരുക്കത്തിൽ അതിന് റീൽസ് ഇട്ടാൽ അതിൻ്റെ താഴെ വന്ന് കൈയടിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയോ? കേരളം കാര്യമായി മാറിയിട്ടുണ്ട് ഈ പ്രത്യേക കാലഘട്ടത്തിൽ എന്നുകൂടി ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരള പോലീസിൽ ഇങ്ങനെ ചില പുഴുക്കുത്തുകൾ ഉണ്ടായതെന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമത്തേത്, കുന്നംകുളത്ത് നടന്ന സംഭവം, ഏപ്രിൽ മാസത്തിലെ സംഭവത്തിൽ പോലീസിൻ്റെ കൈക്കരുത്താണ്. രണ്ടാമത്തേത് പക്ഷേ അതിലും ഗൗരവമാണ്. ഒരു ഹോട്ടലിനകത്തുണ്ടായ ഒരു പ്രശ്നത്തിൽ 2 കാര്യങ്ങൾ നടന്നു. ഒന്ന്, ആ ഹോട്ടലിലെ 2 ജീവനക്കാരെ കാരണം പുകയ്ക്കുന്ന അടി നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം കൂടെ ഉണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ അരമണിക്കൂർ കഴിയുമ്പോൾ 5 ലക്ഷം രൂപ കൈമാറ്റം ചെയ്യുകയാണ്. അതിൻ്റെ തുടക്കം എന്താ? ഈ പരാതിക്കാരനും പോലീസിൽ പരാതിക്കാരനും ഹോട്ടലുകാരും തമ്മിൽ ഒരു ചെറിയൊരു സംഘർഷം ഉണ്ടായി. ആ സംഘർഷം ഒരു ബ്ലാക്ക് മെയിലിംഗ് വിഷ്വലായി ഉപയോഗിച്ച് ആ ദൃശ്യം വെച്ച് നിന്നെയൊക്കെ അകത്തിടുമെന്ന് ഭീഷണിപ്പെടുത്തി അവസാനം പണം വാങ്ങിച്ചാണ് ഇഷ്യൂ സെറ്റിൽ ചെയ്യുന്നത്. CCTV ഉള്ളതുകൊണ്ടാണ് അതെല്ലാം പുറത്തു വന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തേത് കൈക്കരുത്തി തീർത്തതാണ്. രണ്ടാമത്തേത് പണം പിടുങ്ങാനുള്ള ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ്. രണ്ടും നടത്തിയത് കേരളത്തിലെ പോലീസാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നേ. ഈ വിഷയത്തിൽ ആദ്യത്തെ സംഭവത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ആക്രമിക്കപ്പെട്ടതിൻ്റെ CCTV ദൃശ്യങ്ങൾ കയ്യിലുണ്ടപ്പോഴും ആ എൻക്വയറി റിപ്പോർട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. വളരെ ലാഘവത്തോടുകൂടി മർദ്ദിച്ചതായി കണ്ടെത്തിയിരിക്കുന്നു. എങ്ങനെ മർദ്ദിച്ചെന്നാ? അടിച്ച് ഇഞ്ചപ്പരുവമാക്കി എന്ന് വേണം സാറേ എഴുതി വയ്ക്കാൻ. ഇനി അതല്ലെങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ആരോ ആകട്ടെ, അദ്ദേഹം കണ്ടതാണല്ലോ എങ്ങനെയാണ് ദൃശ്യങ്ങൾ എങ്ങനെയാണ് അയാൾ ഉപദ്രവിച്ചതെന്ന്. ഇത് അറിയാമായിരുന്നിട്ടും കേരളത്തിലെ പോലീസ് സംവിധാനം ഒരു കാരണവശാലും വളരെ മൃദുവായ നടപടി എടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ കുറ്റപ്പെടുത്തുക കേരളത്തിലെ ആ പോലീസിലെ 4-5 പോലീസ് ഉദ്യോഗസ്ഥരല്ല, ആക്ച്വലി 4 അല്ല 5 ആണ്.
ഒരാൾ ജോലി രാജ്യത്ത് വേറൊരു ജോലിക്ക് പോയി. ഈ ദൃശ്യങ്ങൾ കണ്ട റിപ്പോർട്ട് എഴുതി വെക്കുന്ന പോലീസ് അയാൾ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഞാൻ CCTV ദൃശ്യങ്ങൾ മുഴുവൻ കണ്ടു. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം അതിനകത്തുനിന്ന് മറച്ചു വെച്ചു അല്ലെങ്കിൽ വിശദമായി എഴുതിയില്ല. ഒന്ന് മൃഗീയമായ മർദ്ദനമായിരുന്നു. നിങ്ങൾക്ക് മൃഗീയമായ മർദ്ദനവും ഒന്ന് തല്ലി എന്ന് പറയുന്നതിനുള്ള വ്യത്യാസം മനസ്സിലാവാത്തതുകൊണ്ടാണ്. മനസ്സിലായിട്ട് തന്നെയാണ്. രണ്ട്, CCTV ദൃശ്യമില്ലാത്ത വേറൊരു വശത്തേക്ക് കൊണ്ടുപോയി. അതൊരു ഗുരുതരമായ കുറ്റമല്ലേ? കേരളത്തിലെ കോടതികൾ, സുപ്രീം കോടതിയൊക്കെ എല്ലായിടത്തും CCTV ദൃശ്യം വേണമെന്ന് പറഞ്ഞാൽ 2 മുറിയിൽ CCTV ദൃശ്യം വേണമെന്നല്ല. എൻറ്റയർ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വസ്ത്രം മാറുന്ന സ്ഥലത്തല്ലെങ്കിൽ ബാക്കി എല്ലായിടത്തും CCTV വേണമെന്നാണ്. അങ്ങനെ CCTV ദൃശ്യം ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിച്ചുവെന്ന് റിപ്പോർട്ടിൽ തന്നെയുണ്ട്. ഇത് രണ്ടും അറിയാമായിരിക്കെ ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ച് നിസ്സാര നടപടി എടുത്തു എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഇതിനകത്ത് ചെയ്തു. ഈ വിഷയത്തിൽ ഈ CCTV ദൃശ്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകരുത് എന്ന് വളരെ വാശിയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, ഒരു പോലീസ് സ്റ്റേഷനിലെ, കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 4 ഉദ്യോഗസ്ഥരാണോ, അതിന് മുകളിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണോ, അതോ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ടാണോ ഈ ദൃശ്യങ്ങൾ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചത്? സ്വാഭാവികമായിട്ടും മേൽത്തട്ടിൽ അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ, കോടതിയിലാണല്ലോ. എന്ന് മാത്രമല്ല, ഈ കേസ് കോടതി സ്വമേധയാ പ്രൈവറ്റ് കംപ്ലയിൻറ്റിൽ കേസെടുത്ത ശേഷം ഈ കേസ് കോടതിയിൽ വരുമ്പോൾ ഈ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഈ ഘട്ടത്തിൽ തന്നെ പേര് പറയണം, സേതു കേസ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ, 1 വർഷം കോടതിയിൽ വരാതെ ഒളിച്ചു കളിച്ചു. അവസാനം വാറണ്ടായപ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കോടതിയിൽ വന്ന് മൊഴി കൊടുത്തത്. 1 വർഷം. ഇതും കേരള പോലീസിൻ്റെ തലപ്പത്ത് ഒരു ചുരുങ്ങിയത് ജില്ലാ തലത്തിന് മുകളിലെങ്കിലും മേഖലാ തലത്തിലെങ്കിലും അറിയാതെ നടക്കുമെന്നാണ് കരുതുന്നത്. ചുരുക്കത്തിൽ ഇങ്ങനൊരു വലിയ മർദ്ദനം നടന്നെന്ന് നിങ്ങൾ അറിഞ്ഞു, അതിന് മുഴുവൻ തെളിവുകൾ നിങ്ങൾക്ക് കിട്ടി, എന്നിട്ട് കൂടെയുള്ള ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ നിങ്ങൾ കൂട്ടുനിന്നു. ഇതിനാണ് മാപ്പ് കൊടുക്കാൻ പാടില്ലാത്തത്. ഈ 4 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനും നാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ആർക്കും പറ്റും. എൻ്റെ ചോദ്യം, ഈ എൻക്വയറി റിപ്പോർട്ട് എഴുതിയ ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനോട് കോടതിയിൽ പോകണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ മുകളിലത്തെ ഉദ്യോഗസ്ഥൻ, ഇവരെല്ലാം കൂടെ നടത്തിയ ക്രിമിനൽ ഗൂഢാലോചന, കേരളത്തിലെ ഒരു റീജിയണിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇവിടെ ഒരു ചെറുപ്പക്കാരനെ അടിച്ച് കരണം പൊളിക്കുക മാത്രമല്ല നട്ടല് തകർക്കുകയും ചെയ്ത് മർദ്ദനം നടത്തിയത്. രണ്ടാമത്തെ കേസിലും ഇത് തന്നെയാണ്. CCTV ദൃശ്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകാതിരിക്കാൻ എന്തൊക്കെ നുണ പറഞ്ഞു. ആ സമയത്ത് പോക്സോ കേസിലെ ഒരു ഇര അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, പച്ച നുണയായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ ദൃശ്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകാൻ കാരണം മാവോയിസ്റ്റ് ഭീഷണിയുള്ള സ്ഥലമാണ്, അതുകൊണ്ട് പീച്ചി പോലീസ് സ്റ്റേഷനിൽ ദൃശ്യങ്ങൾ പുറത്തു പോകാൻ പാടില്ല. ഇത്രയും ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞതേ, ഇത് പറഞ്ഞത് ഒരു സാധാരണ പോലീസുകാരനല്ല, കോടതിയിൽ കൊടുത്തതാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ടാണ് 2 കേസിലും കല്ലുവെച്ച നുണകൾ പറഞ്ഞത്. ഒരു കേസിൽ പോലീസ് ഉദ്യോഗസ്ഥൻ 1 വർഷം കോടതിയിൽ പോകാതിരുന്നത്. ഇതിനാണ് കേരളം കണക്ക് ചോദിക്കേണ്ടത്. അല്ലാതെ 4-5 പോലീസുകാർ കൈക്കരുത്ത് തീർക്കുന്നത് പറഞ്ഞാൽ പോലീസിൽ 1000-കണക്കിന് 10,000-കണക്കിന് ഉദ്യോഗസ്ഥരുണ്ട്. അതിനകത്ത് 1-2 ആളുകൾ, അല്ലെങ്കിൽ പോട്ടെ 10, 20, 50, 100 ആളുകളുണ്ടെന്ന് വിചാരിക്കൂ. അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം. പക്ഷേ എൻ്റെ വിഷയം, അതിന് കൂട്ടുനിൽക്കുകയും അവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ക്രിമിനൽ ഗൂഢാലോചന വഴി കോടതിയിൽ കള്ളം പറയുകയും ചെയ്ത കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയെടുക്കും? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമില്ലാത്തിടത്തോളം കാലം ഈ ചെറിയ പരിപാടി കൊണ്ട് കാരണങ്ങൾ നിൽക്കില്ല. സത്യത്തിൽ ഈ അന്വേഷണം നടത്തിയ, അതിന് മുകളിൽ നിന്ന് ഇതിനെല്ലാം കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. ഒന്നാമത്തെ പ്രശ്നം. 2, ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. മുഖ്യമന്ത്രി എത്രയോ കാലമായി അദ്ദേഹത്തിന് തോന്നുമ്പോൾ സംസാരിക്കും, അദ്ദേഹത്തിന് തോന്നുമ്പോൾ സംസാരിക്കില്ല. അദ്ദേഹത്തിന് അത്രയും ലാഘവത്തോടുകൂടി കാണുന്നൊരു മനുഷ്യനാണ്. എന്ന് മാത്രമല്ല, മറന്നു പോകരുത്, 2020 ഇതേ വർഷം രക്ഷാപ്രവർത്തനത്തിൻ്റെ വർഷം കൂടിയാണ്. ഓർക്കണം, എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചവരെ സ്വാഭാവികമായും പോലീസ് അടിക്കും, അത് നമുക്ക് മനസ്സിലാവും. പോലീസ് മാറ്റി നിർത്തും. സത്യത്തിൽ പോലീസിങ് എന്തിനാ? ഒരാളൊരു കുറ്റം ചെയ്താൽ ശിക്ഷിക്കാനല്ല, അതിന് കോടതിയുണ്ട്. നിങ്ങൾ അവിടെ ക്രമസമാധാന പ്രശ്നമുണ്ടെങ്കിൽ അത് മാറ്റുക. ഇനി കൈവിട്ട് പോയാൽ പോലീസ് ലാത്തിച്ചാർജ് നടത്തും. ഇത് മുഖ്യമന്ത്രിയുടെ വാഹനം പോയ ശേഷം മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പിന്നിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിലുള്ളവർ ഇറങ്ങി ലാത്തിച്ചാർജ് ചെയ്യുകയാണ്. ലാത്തിച്ചാർജ് നടത്തുക, പൂച്ചട്ടി കൊണ്ടടിക്കുക, ഹെൽമറ്റ് കൊണ്ടടിക്കുക, ചെയ്യാത്ത പരിപാടിയൊന്നുമില്ല. കൂടെ DYFIക്കാരും ഉണ്ടായിരുന്നു. ഇത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനായിരുന്നില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ വാഹനം പോയ ശേഷം എന്തിനാണ് മർദ്ദിച്ചത്? അന്നാണ് കേരളം ലജ്ജിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി ഒരു മറുപടി പറഞ്ഞത്. അത് രക്ഷാപ്രവർത്തനമായിരുന്നു. ഇത് ആലപ്പുഴയിലെ സംഭവത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നൊരിക്കൽ വീണ്ടും ഈ ചോദ്യം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാര്യമല്ലേ കാണാൻ പറ്റൂ, പിന്നെ എൻ്റെ വാഹനവ്യൂഹം മുന്നോട്ട് പോയില്ലേ, എനിക്ക് പുറകിൽ നടക്കുന്ന കാര്യം കാണാൻ പറ്റുമോ? മുമ്പിലും പുറകിലും കണ്ണുണ്ടാകേണ്ട, ഈ കേരളത്തിലെ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ട ഒരു സാധനത്തെ പേരാണ് പോലീസിങ്.
അതെനിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി സത്യത്തിൽ പറഞ്ഞത്. നമ്മളെ പരിഹസിച്ചതാണ്, പക്ഷേ മുഖ്യമന്ത്രി ശരിക്കും ഉദ്ദേശിച്ചത് അറം പറ്റിയതുപോലെ ആയിപ്പോയി. കേരളത്തിൽ ഇത്രയും കുഴപ്പങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ കൂടെയുള്ള പോലീസുകാർ ഇങ്ങനെയൊക്കെ ചെയ്യണം, എന്നെ കരിങ്കൊടി കാണിച്ചാൽ അടിച്ചവൻ്റെ നട്ടൽ പൊളിക്കണം എന്ന് മുഖ്യമന്ത്രി കൊടുത്ത ഡോഗ് വിസിൽ എന്ന് പറഞ്ഞാൽ തല്ലാനുള്ള ആഹ്വാനം എന്നാണ് അർത്ഥം. അത് ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഇന്ന് മൗനം പാലിക്കുന്നതിൽ എനിക്ക് യാതൊരു അത്ഭുതവുമില്ല. അങ്ങനെ ഒരു സംവിധാനത്തെ കേരള സംവിധാനത്തിൻ്റെ പേരെന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ബസ് പോയ യാത്ര? നവകേരള സദസ്സിൻ്റെ സമയത്ത് മുഖ്യമന്ത്രി കൊടുത്ത ഡോഗ് വിസിലിൻ്റെ ബാക്കിയാണിത്. പിന്നീട് നടന്ന പോലീസിൻ്റെ ഈ ക്രൂരത. ഇത് എവിടെയൊക്കെ നടന്നിട്ടുണ്ടാവും, ഇനി എവിടെയൊക്കെ CCTV ഇല്ലാത്ത എവിടെയൊക്കെ നടന്നിട്ടുണ്ടാവും നമുക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ വേര് കിടക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ CCTVകളുടെയും ക്യാമറ TVകളുടെയും മുന്നിൽ നടന്ന ഒരു വലിയ അതിക്രമം. അതിനെ ഡിഫെൻഡ് ചെയ്യുകയും വീണ്ടും വീണ്ടും ജനം ചോദിക്കുമ്പോൾ എനിക്ക് പിന്നിൽ കണ്ണില്ലല്ലോ എന്ന് പരിഹസിച്ച മുഖ്യമന്ത്രി, നിങ്ങളാണ് ഈ കാര്യത്തിൽ തുടക്കമിട്ട് കൊടുത്തത്. നിങ്ങൾ ചെയ്ത കുറ്റം വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കീഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കുറച്ചുപേരെ തല്ലിയതോ അതിനു മുകളിലുള്ള ഉദ്യോഗസ്ഥർ കുറ്റകരമായ ഗൂഢാലോചന നടത്തിയതോ ഒരു തെറ്റേ അല്ല. ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു നിസ്സാര വിഷയമാണെന്ന് ഞാൻ പറയൂ. അതുകൊണ്ട് തിരുത്തലുണ്ടാകേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നാണ്. അന്ന് നിങ്ങൾ പറഞ്ഞതാണ് ഇതിന് തുടക്കം, അല്ലെങ്കിൽ അതാണ് ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക്. അവിടെ നിന്ന് തുടങ്ങണം തിരുത്താൻ. പക്ഷേ അതിന് മുഖ്യമന്ത്രി തയ്യാറാവില്ല, ആഭ്യന്തരമന്ത്രി തയ്യാറാവില്ല. പോലീസ് ഇത് ഇങ്ങനെ തന്നെ തുടരും. ഇതൊരു കണ്ണു തുറക്കുന്ന ഒരു അവസരമാണെങ്കിൽ ഈ സർക്കാരിന് 7 മാസം കൂടെ സമയമുണ്ട്. മുഖ്യമന്ത്രി ഇനി സംസാരിക്കും, എന്തായാലും അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിവായി പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങേണ്ടത് രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് അന്ന് പറഞ്ഞത് വെച്ചാണ്. അവിടെ നിന്ന് തുടങ്ങിയില്ലെങ്കിൽ ഇതിനൊരു ആത്മാർത്ഥതയുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. Meet the editors.